കോയമ്പത്തൂർ പോകാൻ നമ്മൾ തീരുമാനിച്ചതിനെ തുടർന്ന് വൈകുന്നേരം ഇവിടെ നിന്ന് പുറപ്പെട്ടെ മറയൂറിൽ നിന്ന്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ആമക്കൂടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് ക്ലോസ്ഡ് ആയിരുന്നു. വൈകുന്നേരം സമയം കഴിഞ്ഞുകൊണ്ട് ക്ലോസ്ഡ് ആയിരുന്നു. ഇവിടെ ശരിക്കും ഒരു വാട്ടർഫാൾസും കൂടെ ഉണ്ട്. പിന്നെ ഞങ്ങൾ പോകുന്ന സമയത്ത് ചിന്നാറായപ്പോൾ കുറേ മയിലുകൾ കണ്ടു. വൈകുന്നേരം സമയം ആയതുകൊണ്ട് കുറേ മൃഗങ്ങളെ കാണുന്ന കേട്ടോ ഓർത്ത്. പക്ഷെ ഇഷ്ടംപോലെ മയിലുകൾ കണ്ടേ. എപ്പോഴും ഈ വഴിക്ക് പോകുമ്പോൾ നമ്മൾ കുറേ മൃഗങ്ങളെ കാണും. ആന ഉൾപ്പെടെ എല്ലാ മൃഗങ്ങളും കാണാൻ പറ്റുമേ. അപ്പോൾ ഇന്ന് കണ്ടത് ശരിക്കും നിറയെ മയിലുകളാണേ. ശരിക്കും ഞങ്ങൾക്ക് മുമ്പേ തന്നെ ചേച്ചിയുടെ ഫാമിലിയൊക്കെ കോയമ്പത്തൂരിലേക്ക് പോയേ. നമ്മൾ കാന്തല്ലൂരിൽ പോയതുകൊണ്ട് പ്ലാൻ ഇല്ലായിരുന്നു, സഡനായിട്ട് പ്ലാൻ ചെയ്തതാണേ. അപ്പോൾ കോയമ്പത്തൂരിലാണെങ്കിൽ അനിയത്തിയുടെ ഫാമിലി ഉണ്ട്, പിന്നെ ചേച്ചിയുടെ മോൻ കോളേജിൽ പഠിക്കുന്നത് അവിടെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് കണ്ടിട്ട് ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് വരാമെന്ന് ഓർത്ത് പ്ലാനാക്കിയേ. അപ്പോൾ അങ്ങനെ രാത്രിയായപ്പോൾ ഞങ്ങൾ ഒരു അവിടെ മലമിച്ചംവെട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ഹോട്ടലിൽ കയറിയേ. ശരിക്കും അനിയത്തി കൊച്ചിയുടെ വീട് അവിടെ തന്നെയാണ്, മലമിച്ചംവെട്ടി തന്നെയാണ്. അവൾ അവിടെ കോളേജിൽ വർക്ക് ചെയ്യുക. ഇതാക്കില്ലേ ഇവനെക്കുറിച്ച് പറയണമെങ്കിൽ ഇവൻ ശരിക്കും ഫുള്ള് വൈബാണ്. നമ്മുടെ കൂടെ ഒന്നിച്ച് ചേർന്ന് കഴിഞ്ഞാൽ ഏത് സമയം ഭയങ്കര ഫണ്ണായിരിക്കുമേ. പിന്നെ ഇന്നത്തെ ഫുഡ് ഫുള്ള് ഓർഡർ ചെയ്തത് ഞാനായിരുന്നു. അവിടുത്തെ വെറൈറ്റി ഫുഡ് ട്രൈ ചെയ്യാമെന്ന് ഓർത്ത് തന്നെ ഓർഡർ ചെയ്തതാണേ. ശരിക്കും കബാബിൻ്റെ കൂടെ അവർ മയോണൈസിന് പകരം വേറൊരു സാധനം കൂടെ തന്നിരുന്നേ, ഒരു ചമ്മന്തി പോലെ ഒരു സാധനം. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. എന്തോ മിൻറ്റിൻ്റെ എന്തോ ചമ്മന്തി പോലെയാണ്, പക്ഷെ ശരിക്കും മിൻറ്റിൻ്റെ ഫ്ലേവറിനേക്കാളും അതിനകത്ത് നല്ല വേറെ ഏതൊക്കെയോ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇവിടെ തന്നെ ഫ്രൈഡ് ചിക്കൻ, ഫ്രഞ്ച് ഫ്രൈസ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും കിട്ടുകയെ. അങ്ങനെ എൻ്റെ ഫേവറേറ്റ് ആയ പ്ലേറ്റ് ഷവർമ ഓർഡർ ചെയ്തിരുന്നു, അതും കഴിച്ചു. പിന്നെ ഫൈനലി ഒരു കട്ടൻ കാപ്പിയും കുടിച്ചപ്പോഴത്തേക്കും എല്ലാം ഫുൾഫില്ലായേ. ഈ റെസ്റ്റോറൻ്റ് ഉള്ളത് ശരിക്കും കറുപ്പം കോളേജ് സ്റ്റോപ്പിലാണ്. അത്യാവശ്യം ഫുഡ് നല്ല ടേസ്റ്റൊക്കെയാണ്, കുഴപ്പമില്ല. എല്ലാം കഴിഞ്ഞ് ഡെസേർട്ടും കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാമെന്ന് ഓർത്ത് ഡെസേർട്ട് കഴിക്കാൻ പോയി. അടുത്ത് തന്നെയുണ്ട് കേട്ടോ. ഗുണാഫ പിസ്റ്റാച്ചിയോ എന്ന് പറഞ്ഞൊരു ഡെസേർട്ടാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇത് നല്ല അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ട്, പക്ഷേ ടേസ്റ്റ് വൈസ് വേറെ ലെവലാണ്. ശരിക്കും ഞാനൊരു 2 കൊല്ലം മുമ്പ് ചെന്നൈയിൽ ഈ ഡെസേർട്ട് കഴിച്ചിട്ടുണ്ട്, പക്ഷെ നല്ല ടേസ്റ്റാണ്. അതിനുശേഷം ഇപ്പോഴാട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങളിത് പാക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ ചെന്നിട്ടാട്ടോ കഴിച്ചത്. അങ്ങനെ എൻ്റെ ഫേവറേറ്റ് ഡെസേർട്ട് വാങ്ങിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നാളത്തെ വീഡിയോയിൽ വീണ്ടും നമുക്ക് വേറെ വിശേഷങ്ങളുമായിട്ട് വരാം. ടാറ്റാ ബൈ ബൈ.